കേരളത്തിൻ്റെ ഭാവി ഇപ്പോൾ കേരളത്തെ നയിക്കുന്നത് കൗമാരപ്രായക്കാർ ഒരു കാലത്ത് കോളേജിൽ പഠിച്ചിരുന്നുകൊണ്ടാണ്. അന്ന് കോളേജിൽ പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നു. ആ പ്രീ ഡിഗ്രിക്കാർ സ്വതന്ത്രമായി വളർന്നവരാണ്. ക്യാമ്പസ്, വിശാലമായ ക്യാമ്പസ്, വിശാലമായ ക്ലാസ് മുറി, വിശാലമായ ലൈബ്രറി, വായിക്കാനും വളരാനും ചിന്തിക്കാനും ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്ക് ക്യാമ്പസിൽ മേൽക്കൈ കിട്ടി. ആ ക്യാമ്പസിനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ ഞാറ്റടികളായി കണ്ടത്. ക്യാമ്പസിനെ ഞാറ്റടിയായി കണ്ടതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ കർഷകരെയും തൊഴിലാളികളെയും അവഗണിക്കുകയും ചെയ്തു. ക്യാമ്പസ് രാഷ്ട്രീയത്തിലുള്ള വന്നവരാണെന്ന് കേരളത്തിൽ ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും നിയമസഭയിലുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും തലപ്പത്തിരിക്കുന്ന ആരാ? ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ പിൻഗാമികളല്ലേ. ഇവരാരെങ്കിലും കാർഷിക മേഖലയിലോ തൊഴിലാളി മേഖലയിൽ പോയി പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ക്യാമ്പസിൻ്റെ ഒരു സ്വഭാവം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് ക്യാമ്പസിൻ്റെ മാറ്റം കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ സ്വഭാവത്തെ മാറ്റിക്കും. ഇന്ത്യൻ സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളും അതിവേഗം സാക്ഷരമായിക്കൊണ്ടിരിക്കുകയാണ്. ആ അതിവേഗത്തിൽ സാക്ഷരത വരുമ്പോൾ തന്നെ പല സംസ്ഥാനങ്ങളിലും മുതലാളിത്ത പൂർവ്വ ഉൽപ്പാദന ബന്ധങ്ങൾ നിലനിൽക്കുന്നു. മുതലാളിത്ത പൂർവ്വ, അതായത് ജന്മിത്വത്തിൻ്റേതായ മൂല്യങ്ങളും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് അമ്പലത്തിൽ കയറാൻ പറ്റാത്തത്, വഴി നടക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇതിനൊക്കെ എതിരായൊരു സമരം വേണം വളർത്തിക്കൊണ്ടുവരാൻ. കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ തുടങ്ങി വെച്ചത് ജാതി സംഘടനകളാണ്. 88-ൽ ഗുരുവാണല്ലോ. അതിനു മുമ്പ് സമത്വ സമാജമൊക്കെ ഉണ്ട്, പക്ഷേ അത് പിൻബലമില്ലാതെ പോയി. 88-ൽ ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠയാണ് തുടക്കം. 903-ൽ SNDP യോഗം വരുന്നു. 907-ൽ സാധുജന പരിപാലന സംഘം വരുന്നു. 908-ൽ നമ്പൂതിരി യോഗക്ഷേമ സഭ വരുന്നു. 914-ൽ NSS വരുന്നു. തുടർന്ന് എല്ലാ ജാതികളും കേരളത്തിൽ സംഘടിച്ചു. ഈ ജാതികളാണ് അവരവരുടെ ജാതിക്കകത്ത് നിന്ന അനാചാരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ആഭ്യന്തര കലാപം നടത്തിയത്. SNDP ആണെങ്കിൽ ഈഴവരാണെങ്കിൽ അവരുടെ അകത്ത്, നായന്മാരാണെങ്കിൽ മരുമക്കത്തായത്തിനെതിരായിട്ട്, സംബന്ധത്തിനെതിരായിട്ട്, പിന്നെ ആളോഹരി വിഹിതത്തിന് വേണ്ടിയിട്ടൊക്കെ നിലകൊണ്ടത്. അപ്പോൾ ഓരോ ജാതി, നമ്പൂരി യോഗക്ഷമ വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കണം, പിന്നെ സംബന്ധം അവസാനിപ്പിക്കണം, അങ്ങനെ ഒരുപാട് വിധിഭട കാര്യങ്ങളൊക്കെ ജാതീയമായ പരിഷ്കരണമാണ്. ഈ ജാതീയമായ പരിഷ്കരണം മുന്നോട്ട് വന്നപ്പോഴാണ് ഒരു പൊതു ഇടത്തിൻ്റെ ആവശ്യം, ഒരു പബ്ലിക് സ്ഫിയറിൻ്റെ ആവശ്യം വന്നു. കാരണം നമ്പൂരിയായിട്ട് നിന്നാൽ പോരെ, മനുഷ്യനാവണം. നായരായിട്ട് നിന്നാൽ പോരെ, മനുഷ്യനാവണം. ഈഴവനായിട്ട് നിന്നാൽ പോലെ മനുഷ്യനാവും. മനുഷ്യത്വം എന്ന കാര്യം വരുന്നു. ജാതീയതയ്ക്ക് അതീതമായിട്ട് മനുഷ്യത്വം എന്ന വികാരം വരുന്നു, മാനവികത വരുന്നു. അതാണ് ജനാധിപത്യം. അതാണ് ജനാധിപത്യവും നവോത്ഥാനം എന്ന് പറഞ്ഞത്. പക്ഷേ 1920-കൾ തൊട്ട് ഈ പരിപാടികൾ ഏറ്റെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. വൈക്കം സത്യാഗ്രഹം നയിച്ചതാരാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചതാരാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പിന്നീട് വരുന്ന പല സമരങ്ങളും, പാലിയൻ സമരം കമ്മ്യൂണിസ്റ്റുകാരുടേതാണ്. ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് ഒരു സമരം, രണ്ടുപേരത് കൊല്ലപ്പെട്ടു വന്നു, ഒരു ക്ഷേത്രത്തിൽ വഴി നടക്കാൻ വേണ്ടി ഉണ്ടാക്കുക. ഈ സമരങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിയതാരാ? രാഷ്ട്രീയ പാർട്ടി. എന്ന് വെച്ചാൽ കേരളത്തിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ തുടങ്ങി വച്ച പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള, വഴി നടക്കുന്ന പൊതു ആവശ്യമാണ്, ഈശ്വരാരാധന പൊതു ആവശ്യമാണ്. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത രാഷ്ട്രീയ പാർട്ടികളാണ്. ആ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ടതുകൊണ്ടാണ് പിന്നീട് ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കാൻ സാധിച്ചത്. എന്തുകൊണ്ട് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശനം അനുവദിക്കപ്പെട്ടു? കാരണം രാഷ്ട്രീയമാണ്. മഹാരാജാവിൻ്റെ മഹാമനസ്കതയല്ല. നിവർത്തന പ്രക്ഷോഭകാലത്ത് ഈഴവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൂടി ചേർന്ന് സംയുക്ത രാഷ്ട്രീയ സമിതി ഉണ്ടാക്കി. അവർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നു. സാമ്പത്തിക ശക്തിയായിട്ട് അവർ മാറുന്നു. അത് തിരുവിതാംകൂറിലെ രാജഭരണത്തിന് അപകടമാവുമെന്ന് മനസ്സിലാക്കിയ സർ CP 36 ഒക്ടോബറിലാണ് അദ്ദേഹം രാഷ്ട്രീയ ഉപദേഷ്ടാവെന്ന നിലയ്ക്ക് മാറിയിട്ട് ദിവാനാകുന്നത്. ഒക്ടോബറിൽ 36 നവംബർ 12-ന് ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നു. അത് CPയുടെ തീരുമാനമാണ്. കാരണം എന്താ? രാഷ്ട്രീയമായിട്ട് ഒത്തുതീർപ്പാണ് ക്ഷേത്രപ്രവേശനം. അപ്പോൾ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനക്കാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനക്കാർ മുന്നോട്ട് വച്ച എല്ലാ കാര്യങ്ങളെയും വിജയപഥത്തിൽ എത്തിച്ചത് രാഷ്ട്രീയ പാർട്ടികളാണ്. എന്നാൽ 50-കൾക്ക് ശേഷം രാഷ്ട്രീയ പാർട്ടികൾ അതിൽ നിന്ന് പിൻവാങ്ങുകയും സാമുദായിക മതസംഘടനകൾ രംഗത്ത് വരികയും ചെയ്തു. 59-ലെ വിമോചന സമരം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. രാഷ്ട്രീയമായി ഒരു പരിപാടിയെ ഭൂപരിഷ്കാരത്തെയും വിദ്യാഭ്യാസ പരിഷ്കാരത്തെയും മറ്റു പല പരിഷ്കാരങ്ങളെയും പരാജയപ്പെടുത്താനായിട്ട് സ്ഥാപിത താൽപ്പര്യക്കാർ മുന്നിൽ നിർത്തിയത് ആരെയാണ്?
അത് ജാതി മത സംഘടനകളെയാണ്. SNDP യോഗവും NSSും കത്തോലിക്ക സഭയും ഈ മന്ത്രിസഭയ്ക്കെതിരായിരുന്നു. അവരാണ് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത സമരത്തെ വിജയിപ്പിച്ചത്. അതായത് നമ്മുടെ ഭീഷ്മരെ വീഴ്ത്താൻ വേണ്ടി ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയതുപോലെ 59 ശേഷം ആ രാഷ്ട്രീയ സമരങ്ങൾ ഏറ്റെടുക്കാൻ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ തയ്യാറായിട്ടില്ല. ഇന്നും സാംസ്കാരിക രംഗത്തും സാമൂഹ്യ രംഗത്തും നടക്കുന്ന വേണ്ടായികത ഒരുപാടുണ്ടെന്ന് നമുക്കറിയാം. ഗുരു പറഞ്ഞതാണ് 2 കരി വേണ്ട എന്ന്. എന്തുകൊണ്ട് SNDP യോഗം എന്ന് പറയുന്നില്ലേ? അത് എന്തുകൊണ്ട് അതിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടി, ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളത് പറയുന്നില്ല? ഈ തൂക്കക്കാവടി വേണ്ട, മുതുകത്തെ കട്ടിമാംസത്തിൽ പിന്നെ ഇങ്ങനെ തൂക്കിട്ട് മുകളിലേക്കേണ്ട കവളിക്കൂട് ശൂലം കുത്തിക്കയറ്റുന്ന ആചാരങ്ങൾ മൃഗീയമല്ലേ? മനുഷ്യ ശരീരത്തിൽ വേദന ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ ദേവൻ കടാക്ഷിക്കൂ എന്നുണ്ടോ? ആ ചോദ്യമല്ലേ നമ്മൾ ചോദിക്കേണ്ടത്? ആ ചോദ്യം ചോദിക്കാൻ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ വൈമുഖ്യം കാണിക്കുന്നു? അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം, ഞാൻ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയല്ല പറഞ്ഞത്, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ 1947, 50കൾക്ക് മുമ്പ് അവർ നടത്തി വന്നിരുന്ന സാമൂഹ്യ പരിഷ്കരണ രംഗത്തെ തങ്ങളുടെ ദൗത്യം, തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഇപ്പോൾ തയ്യാറായാൽ കേരളത്തിലെ നവോത്ഥാനത്തിന് പുതുമുഖം സംവദിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ മങ്ങലേൽക്കും. അതിനും കൂടെ തയ്യാറായാൽ മാത്രമേ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ മുന്നോട്ട് നയിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുകയുള്ളൂ. കാരണം ഇടതുപക്ഷത്തിൻ്റെ തീരുമാനം പലപ്പോഴും പ്രതിപക്ഷത്തെ സ്വാധീനിക്കാറുണ്ട്. ഭരണത്തിലിരുന്നാലും അല്ലാത്തപ്പോഴും സ്വാധീനിക്കാറുണ്ട്. ആ സ്വാധീനത്തിന് വേണമെങ്കിൽ ഇടതുപക്ഷം ശക്തിപ്പെടണം. ഇടതുപക്ഷത്തിന് ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ പിൻബലം വേണം. ജനങ്ങളുടെ പിൻബലം വേണമെങ്കിൽ ആ പിൻബലം കിട്ടാൻ വേണ്ടി ജനങ്ങൾ അബോധമായി കൊണ്ടു നടക്കുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയല്ല, അത് കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് അവരോട് ആവശ്യപ്പെടും. പാർട്ടി ഇടപെട്ട് വിശ്വാസം ഇല്ലാതാക്കണമെന്നല്ല പറഞ്ഞത്. ഇത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ ആലോചിക്കൂ നാട്ടുകാരെ എന്നൊരു രാഷ്ട്രീയ പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തീരുമാനം, അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. അത് കോൺഗ്രസ്സുകാരുണ്ട്. ഒരുപാട് പുരോഗമന വീക്ഷണമുള്ളൊരു കോൺഗ്രസ്സിലില്ലേ? സോഷ്യലിസം വേണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ? ചൂഷണം വരുന്ന INTUസിയുടെ നിലപാടെന്താ? ചൂഷണം പാടില്ല എന്നുള്ളതല്ലേ? അവർ തൊഴിലാളി സംഘടനയാണല്ലോ. അപ്പോൾ നല്ല ഒരുപാട് പേര് അക്കൂട്ടത്തിലുണ്ട്. അവരുടെയും കൂടെ പിന്തുണയോടുകൂടി മാത്രമേ കേരളത്തിൽ ഈ സാമൂഹ്യ രംഗത്തെ ഒരു ഭാഗത്ത് സംഘപരിവാർ കൊണ്ടുവരുന്ന സാംസ്കാരിക ദേശീയത എന്ന ജീർണതയെ നേരിടാൻ സാധിക്കുകയുള്ളൂ.